8-ാം അധ്യായം. ശലോമോൻ യഹോവയുടെ ആലയവും തന്റെ അരമനയും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം ഹൂറാം ശലോമോന് കൊടുത്ത പട്ടണങ്ങളെ ശലോമോൻ പണിതുറപ്പിച്ച് അവിടെ ഇസ്രായേല്യരെ പാർപ്പിച്ചു. അനന്തരം ശലോമോൻ ഹമാത്ത് സോബയിലേക്ക് പോയി അതിന് ജയിച്ചു. അവൻ മരുഭൂമിയിൽ തദ്മോരും ഹമാത്തിൽ അവൻ പണിതിരുന്ന സംഭാര നഗരങ്ങളുമെല്ലാം ഉറപ്പിച്ചു. അവൻ മേലത്തെ ബേത്ത് ഹോരോനും താഴത്തെ ബേത്ത് ഹോരോനും മതിലുകളോടും വാതിലുകളോടും ഓടാമ്പലുകളോടും കൂടിയ ഉറപ്പുള്ള പട്ടണങ്ങളായും ബാലാത്തും ശലോമോനുണ്ടായിരുന്ന സകല സംഭാര നഗരങ്ങളും സകല രഥനഗരങ്ങളും കുതിരച്ചേവകർക്കുള്ള പട്ടണങ്ങളും യെരുശലേമിലും ലബാനോനിലും തന്റെ രാജ്യത്തെല്ലായിടവും പണിവാൻ ശലോമോൻ ആഗ്രഹിച്ചതൊക്കെയും പണിതു. ഹിത്യർ, അമോര്യർ, പെരിസ്ത്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിങ്ങനെ ഇസ്രായേലിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജനത്തെയും ഇസ്രായേല്യർ സംഹരിക്കാതെ പിന്നീടും ദേശത്ത് ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ശലോമോൻ ഇന്നുവരെയും ഊഴിയ വേലക്കാരാക്കി. ഇസ്രായേല്യരിൽ നിന്നോ ശലോമോൻ ആരെയും തന്റെ വേലയ്ക്ക് ദാസന്മാരാക്കിയില്ല. അവർ യോദ്ധാക്കളും അവന്റെ സേനാനായക ശ്രേഷ്ഠന്മാരും രഥങ്ങൾക്കും കുതിരച്ചേവകർക്കും അധിപന്മാരുമായിരുന്നു. ശലോമോൻ രാജാവിന്റെ പ്രധാന ഉദ്യോഗസ്ഥന്മാരും ജനത്തിന്റെ മേൽവിചാരകന്മാരുമായ ഇവർ 250 പേരായിരുന്നു. ശലോമോൻ ഫറവോന്റെ മകളെ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് താൻ അവൾക്ക് വേണ്ടി പണിത അരമനയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ അരമനയിൽ എന്റെ ഭാര്യ പാർക്കരുത്, യഹോവയുടെ പെട്ടകം അവിടെ വന്നിരിക്കയാൽ അത് വിശുദ്ധമല്ലോ എന്ന് അവൻ പറഞ്ഞു. ശലോമോൻ താൻ മണ്ഡപത്തിന് മുമ്പിൽ പണിത യഹോവയുടെ യാഗപീഠത്തിന്മേൽ അതത് ദിവസത്തേക്ക് വേണ്ടിയിരുന്നതുപോലെ മോശെയുടെ കൽപ്പനപ്രകാരം ശബ്ബത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിൽ, വാരോത്സവത്തിൽ, കൂടാരങ്ങളുടെ ഉത്സവത്തിൽ ഇങ്ങനെ ആണ്ടിൽ 3 പ്രാവശ്യവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കഴിച്ചു പോന്നു. അവൻ തന്റെ അപ്പനായ ദാവീദിന്റെ നിയമപ്രകാരം പുരോഹിതന്മാരുടെ കൂറുകളെ അവരുടെ ശുശ്രൂഷയ്ക്കും അതത് ദിവസം വേണ്ടിയിരുന്നതുപോലെ സ്തോത്രം ചെയ്യുവാനും പുരോഹിതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിപ്പാനും ലേവ്യരെ അവരുടെ പ്രവൃത്തികൾക്കും വാതിൽ കാവൽക്കാരെ അവരുടെ കൂറുകൾ കൊത്തവണ്ണം അതത് വാതിലിനും നിയമിച്ചു. ഇങ്ങനെയായിരുന്നു ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന. യാതൊരു കാര്യത്തിലും ഭണ്ഡാരത്തെ സംബന്ധിച്ചും പുരോഹിതന്മാരോടും ലേവ്യരോടും ഉണ്ടായ രാജകൽപ്പന അവർ വിട്ടുമാറിയില്ല. യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിട്ട നാൾ മുതൽ അത് തീരും വരെ ശലോമോന്റെ പ്രവൃത്തിയൊക്കെയും സാധ്യമായി വന്നു. അങ്ങനെ യഹോവയുടെ ആലയം പണിതു തീർത്തു. ആ കാലത്തും ശലോമോൻ ഏദോം ദേശത്ത് കടൽക്കരയിലുള്ള എസ്യോൻ ഗേബരിലേക്കും ഏലോത്തിലേക്കും പോയി. ഹൂരാം തന്റെ ദാസന്മാർ മുഖാന്തരം കപ്പലുകളെയും സമുദ്രപരിചയമുള്ള ആളുകളെയും അവന്റെ അടുക്കലയച്ചു. അവർ ശലോമോന്റെ ദാസന്മാരോടുകൂടെ ഓഫീരിലേക്ക് ചെന്ന് 450 താലന്ത് പൊന്നുവാങ്ങി ശലോമോൻ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു.